ആരായി ധനികരെന്ന് പറയുന്നത്? പിന്നെ അവനവനിൽ തന്നെ ഒന്നിനെക്കുറിച്ചും ആവശ്യമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും യാചിക്കേണ്ട ആവശ്യമില്ലാത്ത, ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാൻ പാടില്ലാത്ത ഒരാളുടെ പേരാണ് ഒരു ധനവാൻ എന്ന് പറയുന്നത്. വിശപ്പ് നിലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണത്തിനുമുള്ള സാധ്യതയില്ല. എന്തെങ്കിലും തരത്തിലൊക്കെ മാറി നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ദൈവവിളിയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ പ്രശംസയുടെ കൂടാരത്തിൽ നിന്ന് താനേ പുറത്തിറങ്ങണം. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. കുറേക്കാലം മുമ്പ് ഒരു യാത്ര കോട്ടഗിരി വശത്താണ്. ഒരു ചുരമുണ്ട്, വളരെ കുത്തനെയുള്ളൊരു ചുരമാണ്. അതിൻ്റെ ഓരോ തിരിവുകളിലും, ആരംഭത്തിലെ തിരിവുകളിലൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടിയുള്ള അടയാളപ്പലകൾ വെച്ചിട്ടുണ്ട്, വാർണിങ്സ്, കോഷൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാനും അടയാളപ്പലകൾ വായിച്ച് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ഹോർഡിങ്ങിനകത്ത് ഒറ്റ വരി എഴുതിയിട്ടുള്ളൂ. അതിങ്ങനെയാണ്: നൗ യു ആർ സഫിഷ്യൻ്റ്ലി ഇൻഫോംഡ്, ഹാവ് എ പ്ലസൻറ്റ് ജേണി. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയിൽ ഉണ്ട്, ആവശ്യത്തിലേറെ അറിവ് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനി സമാധാനത്തിലുള്ള പ്ലസൻ്റായിട്ടുള്ള യാത്രയാവട്ടെ. ആന്തരിക സഞ്ചാരങ്ങൾക്കുമൊക്കെ ഇത്തരം ചില അടയാളപ്പലകളുണ്ട്. അത് വായിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. സാധകൻ്റെ സഞ്ചാരമായിട്ടാണല്ലോ നമ്മളെല്ലാ ആന്തരിക യാത്രകളെയും പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാധകർക്ക് വേണ്ടി അവിടുന്ന് കരുതി വച്ചിട്ടുള്ള 4 കോഷൻസ് ഉണ്ട്. നമ്മളിത് വായിച്ചെടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം. അഷ്ടഭാഗ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയെന്ന നിലയിലോ അനുബന്ധം എന്ന നിലയിലൊക്കെയാണ് നമ്മൾ ഈ ചതുർശാപങ്ങൾ വായിച്ചെടുക്കുന്നത്. അഷ്ടഭാഗ്യം എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഒരു പുലരിയിൽ യേശു വന്നിട്ട് 1, 2, 3, 4 നക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അഷ്ടഭാഗ്യമെന്ന്. ഒരായുസ്സിൽ യേശു പറയാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വാറ്റിയെടുത്ത് അവൻ്റെ ബോധത്തെയും അവൻ കൈമാറാൻ ആഗ്രഹിച്ച കാര്യങ്ങളെയും അവൻ്റെ ജീവിതത്തെയൊക്കെ കൂടി ചേർത്തിട്ട് എടുത്തൊരു സംഗ്രഹം, ഒരു ചുരുക്കെഴുത്തിൻ്റെ പേരാണ് അഷ്ടഭാഗ്യം. ഡിസ്റ്റിൽഡ് വേർഷൻ ഓഫ് ഹിസ് വാല്യൂ സിസ്റ്റം. ഈ പുൽത്തയിലൊക്കെ വാറ്റുന്ന കണക്കാണ്. എത്ര കെട്ട് പുല്ല് വാറ്റുമ്പോഴാണ് നമുക്കൊരു അത്ര കുപ്പിയോളം സുഗന്ധം ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ലഭിച്ച ഒരു ചെറിയ സുഗന്ധ തൈലത്തിൻ്റെ പേരാണ്, ഒരു ചെറിയ അളവ് സുഗന്ധ തൈലത്തിൻ്റെ പേരാണ് അഷ്ടഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സുഗന്ധ തൈലം കൊണ്ടാണ് അവിടെ നമ്മുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അനോയിൻ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുത്താന്നല്ല. ഇത് വേണമെങ്കിൽ അഷ്ടഭാഗ്യങ്ങളുടെ വിപരീതമായിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ്. കാരണം എന്തൊക്കെയാണ് അഷ്ടഭാഗ്യം പറയുന്നത്? ഇപ്പോൾ ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ, ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, ഇപ്പോൾ വിലപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, ഇപ്പോൾ എന്തൊക്കെയോ ക്ലേശങ്ങളിലൂടെ വലിച്ചിഴക്കപ്പെടുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഊറ്റു എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പലരും വിചാരിക്കുന്ന കണക്കതൊരു ശാപമൊഴിയല്ല. ശാപമൊഴി എന്നൊക്കെ പറയുന്ന സുവിശേഷത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രകാശന ധാരണയ്ക്കും എതിരാണ്. അവൻ തൻ്റെ ഏകജാതനെ ഭൂമിക്ക് നൽകിയത് ഭൂമിയെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്ന വാക്കുകൾ കുറേ കൂടി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ധാരണ ഉണ്ടാകും. ശാപമൊഴികളല്ല. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതങ്ങനെയാണ് നമ്മുടെ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോലും അയ്യോ ദുരിതം എന്നൊരു വാക്കാണ് പല വിവർത്തനങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. കഠിന വേദനയിൽ നിന്ന് വരുന്ന ഒരു നെടുവീർപ്പായിട്ടൊക്കെ അതിനെ വായിച്ചെടുക്കുന്നവരുണ്ട്. ഓറ്റിയു. ആചാര്യന്മാർ നമുക്ക് വേണ്ടി ചില വഴികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വഴികളൊക്കെ പാലിച്ച് നമ്മൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സമാധാനവും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഭൂമികയിലേക്ക് പ്രവേശിക്കണമെന്ന് അവർ കാക്ഷിക്കുമ്പോൾ, നമ്മൾ ഇടറിപ്പോകുമ്പോൾ, നമ്മൾ വഴുതി മാറുമ്പോൾ, നമ്മൾ ആ വഴികളിൽ നിന്ന് ബൈപ്പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഠിനവേദനയിൽ നിന്ന് വരുന്ന ഒരു സ്വരമായിട്ട് വേണമെങ്കിൽ ആ വൗറ്റു എന്നുള്ള വാക്കിനെ എടുത്താൽ നല്ലതായിരിക്കും. വഴിതെറ്റുന്നതാണ് പാപം. ഹീബ്രു ബൈബിളിൽ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ഈ അടയാളങ്ങൾ നഷ്ടമാവുക, അല്ലെങ്കിൽ അടയാളപ്പലകളെ കാണാതെ പോകാമെന്നുള്ള. കുറച്ച് അലഞ്ഞു നടന്നിരുന്ന ഗോത്രക്കാരാണ്. സ്വാഭാവികമായിട്ട് അവരുടെ വഴികൾ പലപ്പോഴും നിശ്ചയിച്ചിരുന്ന ജലരാശികളാണ്. ഒരു ജലരാശിയിൽ നിന്ന് മറ്റൊരു ജലരാശിയിലേക്കാണ് ഈ പാതകളൊക്കെ രൂപപ്പെടുന്നത്. അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്.
അതിനകത്തുനിന്ന് മാറി നടക്കുകയും അതിനകത്തുനിന്ന് വഴുതി പോവുകയും അതിനകത്തുനിന്ന് അലഞ്ഞ് ഇങ്ങനെ വരണ്ടു പോവുകയും ഒക്കെ ചെയ്ത മനുഷ്യർക്ക് കുറിച്ചുള്ള വാക്കാണ് ഈ പാപം എന്ന് പറയുക. അപ്പോൾ അടയാളങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും അടയാളങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ആ 4 സൂചനകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ വിപരീതപദമാണ് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. അങ്ങനെ ദരിദ്ര അനുഗ്രഹീതം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ധനികരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭക്ഷിച്ച് തൃപ്തരായവരെ നിങ്ങൾക്ക് ശാപം, അല്ലെങ്കിൽ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് അർത്ഥത്തിൽ തന്നെ എടുക്കണം. മറ്റൊരു വാക്കിങ്ങനെ പകരം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് അതിങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ശാപം. ഇപ്പോൾ മനുഷ്യർ നിങ്ങളെ വലിച്ചിഴക്കുമ്പോൾ, എല്ലാത്തരം വ്യാജ കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ആരോപിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ അതാണ് അവസാനത്തെ അഷ്ടഭാഗ്യങ്ങൾ ഒടുവിലെത്തത്. അതാണ് നമ്മൾ ഒടുവിൽ വായിച്ച് കേൾക്കുന്നത്. ഇപ്പോൾ പ്രശംസ ലഭിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. ഈ പറഞ്ഞ അഷ്ടഭാഗ്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിപരീത വായനയായിട്ട് വേണമെങ്കിൽ അതിനെ വായിച്ചെടുക്കാവുന്ന. അത് കുറേ കൂടി അഷ്ടഭാഗ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം എപ്പോഴും യേശു പറയുന്ന കാര്യങ്ങൾക്ക് 2 പ്രതലമുണ്ട്. ഒന്ന് നമ്മുടെ ഈ കൈവെള്ളയിലുള്ളൊരു ജീവിതം. യേശു അതെപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്വർഗ്ഗരാജ്യം നിങ്ങളുടെ കൈവെള്ളയിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അപ്പോൾ ആ കൈവെള്ളയിലുള്ളൊരു ജീവിതമുണ്ട്. നമ്മുടെ ഒരു ടൈം ആൻഡ് സ്പേസ് നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു വായനയുണ്ട്. സ്വാഭാവികമായിട്ട് അവൻ ഈ ഭൂമിയുടെ പ്രിയപ്പെട്ട അതിഥിയാണ്. അവൻ്റെ ദേശം മറ്റൊന്ന്. യേശു തന്നെ പറയുന്ന കണക്ക് എൻ്റെ വീടിതല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങനെയും ഒരു സ്വഭാവം ഉണ്ടാകുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. എന്താണത്? ഒരു എസ്കറ്റോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തലം, ഒരു ഉപരിതലമുണ്ട്. ആ 2 തലത്തിലും നമ്മൾ ഈ അഷ്ടഭാഗ്യങ്ങളെയും വായിച്ചെടുക്കണം. ഈ പറഞ്ഞ 4 ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്ന മുന്നറിയിപ്പുകളും വായിച്ചെടുക്കണം. ഒന്ന്, ഇങ്ങനെ ധനികരെ നിങ്ങൾക്ക് ദുരിതം. സ്വാഭാവികമായിട്ട് ആ ധനികരെന്ന് പറയുന്ന മനുഷ്യർ അവർ വളരെ ക്ലോസ്ഡായ മനുഷ്യരാണ്. നമ്മുടെ ദേശത്ത് ഏറ്റവും വലിയൊരു വീടുണ്ട്. ആ വീടിൻ്റെ പേര് അൻറ്റിലി എന്ന് പറയുന്നൊരു വീടാണ്. ലോകത്തെ ഒരു 10 ധനികരിൽ നിശ്ചയമായിട്ട് ഉൾപ്പെടാവുന്ന ഒരാൾ പണിതൊരു വീടാണ്. ഒരു വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ ആ വീടിന് പേര് നിശ്ചയിക്കുന്നത് അങ്ങനെ വളരെ ഓർക്കാതെ ഒന്നുമല്ല, എന്തെങ്കിലും പേരിടാൻ വേണ്ടിയല്ല, നല്ലതുപോലെ ആലോചിച്ചിട്ടാണ് പേരിടുന്നത്. അങ്ങനെയെങ്കിൽ താൻ പണിത ആ വലിയ വീടിന് നമ്മുടെ ദേശത്തെ ഏറ്റവും വലിയൊരു ധനികൻ അങ്ങനെ ഒരു പേരിട്ടെങ്കിൽ അതിൻ്റെ കഥ എന്തായിരിക്കും? ഫസ്റ്റിൽ അതൊരു തുരുത്തിൻ്റെ പേരാണ്. ഒരു 18-ാം നൂറ്റാണ്ടിലോ 17 നൂറ്റാണ്ടിൻ്റെ ഒടുവിലൊക്കെ ഇങ്ങനെ വലിയ മത ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഒരു ബിഷപ്പും അദ്ദേഹത്തിൻ്റെ കുറച്ച് വളരെ അടുത്ത മനുഷ്യരും കൂടി ഈ സ്പെയിൻ വിട്ടു പോയിട്ട് ഒരു ദ്വീപിൽ അഭയം പ്രാപിക്കുകയാണ്. എന്നിട്ട് ഇനി ഒരിക്കലും അവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കരുതെന്ന മട്ടിൽ അവർ സഞ്ചരിച്ച ആ ഒരു യാനപാത്രങ്ങൾ പോലും അവർ കത്തിച്ചു കളഞ്ഞു. ഞങ്ങൾക്കിനി പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലെന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട്, പ്രതീകമായിട്ട്. അപ്പം അങ്ങനെ പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ ഒറ്റത്തുരുത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പൊതുവെ ധനികരെന്ന് പറയുന്നത്. അത് ഒരു പൊതു സ്വഭാവമാണ്. കാരണം ദുഃഖമോ വിഷമോ ഒക്കെ കാണാൻ പറ്റാത്ത വിധത്തിൽ ഉയർന്ന മതിൽക്കെട്ടുകൾ അവരുടെ പുറത്ത് കെട്ടിയതിനേക്കാൾ കൂടുതൽ അവരുള്ളിൽ കെട്ടിയിട്ടുണ്ട്. അവർക്കൊരിക്കലും ആ മനുഷ്യാവസ്ഥയുടെ പങ്കാളിയാകാനായിട്ടോ ആ പങ്കാളിയാകുന്നതിൻ്റെ സമാധാനം അനുഭവിക്കാനേ പറ്റത്തില്ല. നമ്മളിപ്പോൾ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ് ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറയും. ഹാപ്പിനെസ് ഹോർമോൺ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നമുക്ക് കമ്പോളത്തിൽ നിന്ന് വാങ്ങാവുന്നതോ ഔഷധമായിട്ട് വാങ്ങി ഭക്ഷിക്കാവുന്ന ഒന്നുമല്ല. ഹാപ്പിനെസ് ഹോർമോൺ എന്താണെന്നൊക്കെ വെറുതെ നമ്മളൊന്ന് പതുക്കെ നമ്മുടെ ഫോണിലൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴേക്കും ഒരു 4 കാര്യങ്ങൾ പറയും. ഈ 4 കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്. ഒന്നെങ്കിൽ മനുഷ്യനോട്, അല്ലെങ്കിൽ പ്രകൃതിയോട്, അല്ലെങ്കിൽ ഈശ്വരനോടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഓൺലി വെൻ യു എക്സ്റ്റെൻഡ് യുവർ സ്ട്രെച്ച് യുവർ ഹാൻഡ് ഈ പറഞ്ഞ ഹോർമോൺസൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ധനികർ എന്തുമാത്രം സമാധാനത്തിലും റിച്ചായിട്ടൊക്കെ ജീവിക്കുമ്പോഴും സുരക്ഷിതമായിട്ട് ജീവിക്കുമ്പോഴും എനിക്ക് എപ്പോഴും സംശയമുണ്ട്. അവർ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന, ഈ പങ്കുചേരുന്ന മനുഷ്യർ അനുഭവിക്കുന്ന, ജീവിതത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ചില തലങ്ങൾ അവർ കാണാതെ പോകുന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് പലപ്പോഴും ഭയമുണ്ട്. ഒന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു
വേറൊരു പ്രതലം കൂടിയുണ്ട്. ഇത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതലമുണ്ട്. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറയാനായിരിക്കും യേശു ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആരായി ധനികരെന്ന് പറയുന്നത് പിന്നെ അവനവനിൽ തന്നെ ഒന്നിനെക്കുറിച്ചും ആവശ്യമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും യാചിക്കേണ്ട ആവശ്യമില്ലാത്ത, ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാൻ പാടില്ലാത്ത ഒരാളുടെ പേരാണ് ഒരു ധനവാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തങ്ങളെക്കുറിച്ച് ബലമില്ലാത്ത, തങ്ങളെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ലാത്ത, തങ്ങൾ പോരാന്ന് മനസ്സിലാക്കിയ മനുഷ്യരുടെ പേരാ ദരിദ്രൻ. സ്വാഭാവികമായിട്ട് ഇത്തരം ധനികരൊന്നും ഗൗരവമായ ഈശ്വരാന്വേഷണങ്ങളിൽ ഏർപ്പെടത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ധനികൻ ഗൗരവമായ ഈശ്വരാന്വേഷണത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ എപ്പോഴും യേശു പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്: നീ നിന്റെ ധനം ഒഴിവാക്കിയിട്ട് വരാനാണ് പറയുക. അത് രണ്ടർത്ഥത്തിലും മനസ്സിലാക്കണം. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഈ ധനികർ, വിശേഷം മനുഷ്യനുമായിട്ട് ബന്ധമില്ലാത്ത ധനികർ, ഇങ്ങനെ യേശു ഭക്തിയിലും യേശു ബോധത്തിലുമൊക്കെ ജീവിക്കുന്നതിനെക്കുറിച്ച് കാര്യമായ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആലോചിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഒന്നതാണ് ഇങ്ങനെ ധനികരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വോട്ട് ചെയ്യൂ. അവിടെ നിന്ന് പറഞ്ഞു ഇപ്പോൾ വിരുന്നുണ്ണുന്നവരെ നിങ്ങൾക്ക് ദുരിതം. അതും വളരെ പ്രധാനപ്പെട്ട അവസ്ഥത്തിൽ ഈ രണ്ട് തലത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് എപ്പോഴും ഈ ഭാഗം മാത്രമല്ല, നമ്മൾ ഏത് സുവിശേഷ ഭാഗം വായിക്കുമ്പോഴും ഒന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മൾ ഇതിന് തുടർച്ചയെന്ന് കരുതുന്ന മറ്റൊരു ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി ആ രണ്ട് വായനകളുടെ മധ്യത്തിൽ വേണം സുവിശേഷം വായിക്കാനായിട്ട്. കൈക്കുമ്പോഴുള്ള ദൈവരാജ്യവുമുണ്ട്, കയ്യെത്തിപ്പിടിക്കേണ്ട ദൈവരാജ്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടാമത്തത് അത് തന്നെയാണ്. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതരാണ്. വിശപ്പിന് പല അർത്ഥമുണ്ട്. വിശേഷിച്ചും വേദപുസ്തകത്തിലൊക്കെ ഇങ്ങനെ വിശപ്പ് തീർന്നു പോയ മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ മന്നയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ലതുപോലെ വിശന്നപ്പോൾ ആകാശത്ത് നോക്കി കരഞ്ഞ വിശന്ന മനുഷ്യർക്ക് കിട്ടിയ സ്വർഗീയദാനത്തിൻ്റെ പേരായിരുന്നു മന്ന. എന്നിട്ടോ ഒടുവിൽ ആ മന്ന ഭക്ഷിച്ച മനുഷ്യർക്ക് എന്നാ സംഭവിച്ചു? കുറേ കഴിയുമ്പോൾ അവർ ആ മന്നയെ ഇങ്ങനെ വെറുക്കുകയാണ്. ഞങ്ങൾക്കിത് മടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വിശപ്പ് എന്ന് പറയുന്നൊരു ഘടകം വേദപുസ്തകത്തിലുണ്ട്. വിശപ്പും ദാഹത്തിനുമൊക്കെ വേദപുസ്തകത്തിലെ അർത്ഥം എന്ന് പറയുന്നത് ഈ പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോഡാണ്. ആ പ്രഭുവിനോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത, ശമിക്കാത്ത ഒന്നിൻ്റെ പേരാണ്, ഒരു പാഷൻ്റെ പേരാണ് വിശപ്പും ദാഹം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പത്തിന് വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നുന്നു അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വിശപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ആ വിശപ്പ് നിലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണത്തിനുമുള്ള സാധ്യതയില്ല. ഒരന്വേഷണത്തിനുമുള്ള ഒരു രീതിയായിട്ട്, ഒരന്വേഷണത്തിനുമുള്ള ഒരു ഭൂമികയായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒന്നും ഉണ്ടാവില്ല. രണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഭൗതികാർത്ഥത്തിൽ പോലും ഈ വിരുന്നുണ്ണുന്നവർ കുറച്ചുകൂടി ഗൗരവമായിട്ട് തങ്ങളുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്താൽ നല്ലതായിരിക്കും. ഇത്രയും തരത്തിലുള്ള മനുഷ്യൻ ഭക്ഷണം തന്നെ ഒരു ലക്ഷറി ആയിട്ട് മാറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേയോ കുറച്ച് സ്നേഹിതരൊത്ത് കൂടുമ്പോഴൊക്കെ ചേർന്ന് നമ്മൾ കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മീലല്ല ഞാനീ പറയുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരു ആഡംബരമായിട്ടും പൊങ്ങച്ചമായിട്ടും മാറുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആശ്രമവും തൊട്ടടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട റോഡും തമ്മിലുള്ള ഒരു ചെറിയ ദൂരം, ഒരു പക്ഷേ ഒരു 4 മിനിറ്റ് നടക്കാൻ പറ്റുന്ന ദൂരത്തിനകത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എണ്ണിയെടുക്കുമ്പോഴേക്കും ഒരു 8-9 ഭോജനശാലകളാണ്. ഇങ്ങനെ വളരെയേറെ കോസ്റ്റ്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഒരു ഫുഡ് സമ്പ്രദായം നഗരങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നീതീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. പണ്ടൊരു ബിഷപ്പ്, ഒരു ആഫ്രിക്കൻ ബിഷപ്പ് പറയുന്ന കണക്ക് ലോകത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ക്രിസ്മസിൻ്റെ എന്നാണ് പറയുന്നത്. കാരണം ആ ക്രിസ്മസിന് പിറ്റേന്ന് അവശേഷിപ്പിക്കുന്ന ഈ ബാക്കി വരുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് ഒരു ദേശത്തെ കുറേ കാലത്തേക്ക് പോറ്റാൻ പറ്റുന്ന അത്രയും ഭക്ഷണത്തിൻ്റെ അളവാണ് ക്രിസ്മസിന് പിറ്റേന്ന് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങൾ ജീവിതം അർഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വളരെ വീണ്ടും വിചാരം ഉണ്ടാവേണ്ടൊരു വിചാരമാണ്. ഇങ്ങനെ യേശു മാർത്തയൊക്കെ ശകാരിക്കുന്നില്ലേ, മാർത്ത നീ എന്തിനാ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ അർത്ഥം വരുന്നൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ അടുക്കളയിലൊക്കെ എന്തിനാ ഇത്രയും മനുഷ്യർ കുരുങ്ങുന്നുള്ള, അനവധി വിഭവങ്ങൾ വിളമ്പാനായിട്ടുള്ള ഒരു നെരിപ്പോടായിട്ട് മാത്രം ഈ അടുക്കളയൊക്കെ ഗണിച്ചാൽ കഷ്ടം. അങ്ങനെയാണ് തൊട്ടുമുമ്പത്തുള്ള തലമുറയിലെ മിക്കവാറും സ്ത്രീകളുടെ ജീവിതം ഈ അടുക്കളയിൽ തന്നെ കുരുങ്ങിയത്.
അടുക്കളയൊന്നും ഇത്രയും പ്രധാനപ്പെട്ടതായിട്ട് ഗണിക്കാൻ പാടില്ല. പിന്നെ അവനവന് മുമ്പോട്ട് പോകാൻ ആവശ്യമുള്ള ഏറ്റവും ലളിതമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നൊരിടമൊക്കെ ആയിട്ട് ഈ അടുക്കളയൊക്കെ നമ്മൾ പരാവർത്തനം ചെയ്തില്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഉറ്റവർക്ക് ക്ലേശം കൊടുക്കുന്നൊരിടമായിട്ട് മാറും. അതിനകത്ത് നിന്ന് പുറത്ത് കടക്കാനോ തങ്ങളുടെ രീതിയിൽ ചില കാര്യങ്ങൾ വായിക്കാനോ ഇത്തിരി നേരം കണ്ണുപൂട്ടിയിരിക്കാനോ ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് സമയമില്ലാത്ത വിധത്തിൽ അത്രയും അടുക്കള മനുഷ്യരുടെ വിശേഷിച്ചും സ്ത്രീകളുടെ ജീവിതത്തെ അപഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമിത ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഇത്രയും താല്പര്യം എന്നൊക്കെ പറയുന്നത് ഒരു വീണ്ടും വിചാരത്തിലുള്ള നേരമെന്ന് തന്നെ വിചാരിക്കുന്നത്. ഒരിക്കൽ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ അറിഞ്ഞൊരു നാട്ടിനകത്തുനിന്ന് പെട്ടെന്ന് ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ധാരണ ഉണ്ടായപ്പോൾ അതിനകത്തൊരു കൗതുകം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കൗതുകം ഇനിയും നിലനിർത്തേണ്ടതുണ്ടെന്നുള്ളത് ഒരു ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് തന്നെ എന്നെ ഗണിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ മഹാഭാരതത്തിലൊക്കെ നമ്മൾ പറയുന്ന കണക്കാണ് ഇങ്ങനെ ധർമ്മപുത്രൻ്റെ മോക്ഷയാത്ര ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീതിയിലിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഓരോരുത്തർ വീതിയിൽ വീഴുമ്പോൾ എന്തുകൊണ്ട് അയാൾ വീണു എന്നുള്ള ഒരു കാരണം ഈ ധർമ്മപുത്രൻ ജ്യേഷ്ഠൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒടുവിൽ ഭീമം വീഴുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഭീമം വീഴുമെന്ന് പറയുമ്പോഴേക്കും അതിന് കാരണമായിട്ട് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലേ ധർമ്മപുത്രൻ. അയാളുമായിട്ട് നായയുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് ധർമ്മപുത്രൻ പറയുന്നത് ഇങ്ങനെയാണ്: നീ കണക്കില്ലാതെ ഭക്ഷിച്ചു, നിനക്ക് മറ്റുള്ളവരുടെ വിശപ്പിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു. ഈ കുറ്റബോധമില്ലാത്ത വിരുന്നുകളെന്നെക്കുറിച്ച് ഒരു വരി എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആ സമയത്ത് എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു പുസ്തകമായിരുന്നു പ്രകൃതി നിയമം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനകത്ത് പറയുന്നൊരു വാക്കാണ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മനുഷ്യർ കാത്തു നിൽക്കുന്നത് കൊണ്ട് ഈ കുറ്റബോധം ഉണ്ടാക്കുന്ന വിരുന്നുകൾ. നമ്മുടെ ഒരു വിരുന്നിനകത്തും കുറ്റബോധമില്ല. അപ്പോൾ രണ്ടാമത്തെ അതാണ്. മൂന്നാമതായിട്ട് ഇപ്പോൾ ചിരിക്കുന്നവരയ്യോ കഷ്ടം. വളരെ നമ്മുടെ കാലത്തുണ്ടാകുന്ന ചിരിയെന്ന് പറയുന്നത് ആ പരിഹാസവുമായിട്ട് തീരെ വ്യത്യാസമില്ലാത്ത ചിരിയാണ്. മനുഷ്യൻ്റെ വീഴ്ചകളിൽ, അവൻ്റെ ബലഹീനതകളിൽ, അവൻ്റെ ദൗർബല്യങ്ങളിലൊക്കെ ഇങ്ങനെ മനുഷ്യർ ആർത്ത് ചിരിക്കുക. പണ്ടിങ്ങനെ ഒരു നാട്ടിലൊക്കെ ഇങ്ങനെ കലുങ്കയിലൊക്കെ ഇരുന്ന് പരിഹസിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നിട്ട് ഇങ്ങനെ പരിഹാസം തന്നെ തങ്ങളെ രീതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇതുമാത്രം പേരാണ് അത്തരം അപമാനങ്ങളിൽപ്പെട്ട് നുറുങ്ങി ജീവിക്കുന്നത്. ഇതുമാത്രം പേരാണ് ഇങ്ങനെ അകത്തുനിന്ന് അതിൻ്റെയൊക്കെ പേര് ഇങ്ങനെ ഓടാമ്പലിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിരിയെന്ന് പറയുന്നത് നിഷ്കളങ്കമായ ചിരിയല്ല, വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ബോധപൂർവമായിട്ട് മാലിസുള്ള ചിരിയാണ്. അത്തരം ചില പദങ്ങളൊക്കെ ഇങ്ങനെ ഭാഷയിൽ രൂപപ്പെടുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ആ ചിരിയെന്ന് പറയുന്നത് അവന് സംഭവിച്ച പാളിച്ചകളെന്നുള്ള ചിരിയെന്ന മട്ടിലുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മളീ പറയുന്ന ഒരിക്കലും ഫലിതമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. എപ്പോഴും ദുർബലരായ മനുഷ്യർക്കെതിരായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്കെതിരായിട്ടൊക്കെയാണ് ഈ നാട്ടിലുള്ള എല്ലാ ചിരിയും രൂപപ്പെട്ടിട്ടുള്ളത്. അവരുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യരോട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ധാരണക്കുറവൊക്കെ ആയിരുന്നു പരിഹാസത്തിൻ്റെ വിഷയമായിട്ട് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ചിരി വാസ്തവത്തിൽ നീതീകരിക്കപ്പെടുന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമതായിട്ട് ഇപ്പോൾ പ്രശംസ ലഭിക്കുന്നവരെ അയ്യോ കഷ്ടം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരാൾ തർക്കിക്കാനില്ലെങ്കിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയാണെന്ന് പറയുമ്പോൾ വെറുതെ ഓർത്തോളം എന്തോ ഒരു അപകടം കാത്തു നിൽപ്പുണ്ട്. കാരണം ആർക്കാ പ്രശംസ ലഭിക്കുന്നത്? ലോകത്തിൻ്റെ പൊതു സ്വഭാവങ്ങളോട്, സമൂഹത്തിൻ്റെയൊക്കെ പൊതുവായ വീക്ഷണങ്ങളോട് ചേർന്ന് നടക്കുന്നവർക്ക് മാത്രം കാലാകാലങ്ങളായിട്ട് ലഭിച്ചിരുന്ന ഒരു ഒസ്യത്തായിരുന്നു ഈ പറയുന്ന നല്ല വാക്കുകൾ, പ്രശംസ, അഭിനന്ദനങ്ങളൊക്കെ. എന്തെങ്കിലും തരത്തിലൊക്കെ മാറി നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ദൈവവിളിയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ പ്രശംസയുടെ കൂടാരത്തിൽ നിന്ന് താനേ പുറത്തിറങ്ങണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ഏർപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ വയലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവനവൻ്റെ ആന്തരിക ചോദനകളെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരുന്ന ഒരു കാലം. ഒക്കെ ശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, ഒക്കെ ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. കണ്ട ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. എന്തൊക്കെയാണോ അഷ്ടഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പോകുന്ന സമാധാനം, സ്നേഹം, ആന്തരിക ശുദ്ധി, അതിനൊക്കെ വിപരീതമായിട്ടൊരു 4 പദങ്ങളെ കൂടി യേശു ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവയെ ഈ നീണ്ട സഞ്ചാരത്തിൽ അടയാളപ്പലകയായിട്ട് എടുത്താൽ നല്ലതാണ്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ധനികരെ, ഇപ്പോൾ വിരുന്നുണ്ടവരെ,
ഇപ്പോൾ ചിരിച്ചവരെ, ഇപ്പോൾ പ്രശംസ ലഭിച്ചവരെ, വോട്ട് ചെയ്യൂ. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.